നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണ. ഇന്ന് എന്റെ കൂടെ പവിൻ, വിവിയാൻ, ഹിജാസ് ഉണ്ട്. ഞങ്ങള് ടിബിൽസിന്ന് കൊജോരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഓ തണുത്തിട്ട് വയ്യ. അപ്പോ ബാക്കി നിങ്ങൾ ഫുള്ള് കാണുക. ഒക്കെ പെട്ടെന്നായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി പ്ലാൻ ചെയ്തിട്ട് ഇന്നലെ അങ്ങോട്ട് വിടാന്ന് വിചാരിച്ച്. അപ്പോൾ പവിൻ ബ്രോ ആദ്യം കുറച്ച് പൈസ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കാർഡിലിടുകയാണ്. അപ്പോൾ 12 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഇവന്മാർ ലേറ്റാക്കി. ഹിജാസും വിവിയാനും അങ്ങനെ സിറ്റി മാളിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച അവന്മാർ ഇപ്പോൾ ഗലേറിയ മാളിലാണ്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ 150 ബസ് പിടിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. മറ്റൊരു എന്താ ഇംഗ്ലീഷ് അറിയാവുന്നവരല്ലേ പുറം നാട്ടുകാരെ ഇവിടെ ജോലിക്ക് എടുക്കാൻ. ടെറിയാക്കി ആണെങ്കിലും എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ നൂഡിൽസ് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ട് KFC കഴിക്കുന്ന പവിൻ ബ്രോ. ഇനി ഇവിടെ നിന്ന് നൂഡിൽസ് കിട്ടണം യക്കുട്സേന്ന്. അവിടെ കൗണ്ടറിൽ നിൽക്കണ ചേച്ചി ഹലോ എന്നൊക്കെ വിളിച്ച്. അപ്പോൾ പവിൻ ബ്രോ ഞെട്ടിത്തെറിച്ച് നൂഡിൽസ് തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഈജാസും വിവിയാനെയും കാണാനില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യുക. അവന്മാർ വന്നിട്ട് ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു. ഇന്ന് നല്ല പോളിങ്ങാ തോന്നുന്നു. ചിക്കൻ നൂഡിൽസ് വിത്ത് എന്താ പറഞ്ഞേ, സെസമി സീഡ്സ്. രണ്ട് സ്റ്റാർ ബാസ്ക്കറ്റ് അല്ല സ്മാർട്ട് ബാസ്ക്കറ്റ്, സ്മോൾ ബാസ്ക്കറ്റ്. ആ പവിൻ ബ്രോ വിത്ത് 7up. വന്നിട്ട് അരമണിക്കൂറായി ഞങ്ങളെ പോസ്റ്റ് അടുപ്പിച്ച് നിൽക്കുന്ന ഹിജാസും വിവിയാനും. കള്ളപ്പന്നികൾ സിറ്റി മാളിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഗലേറിയയിൽ ഉണ്ട് എന്ന് പറഞ്ഞ അവസാനം എന്താ വന്നിരിക്കുന്നു. ആപ്പിൾ ഫോൺ സന്തോഷം. ആപ്പിൾ ഫോൺ വാങ്ങാൻ പോയതായിരുന്നു. ആരെടുത്ത്? അയ്യോ ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം, സാംസങ്ങിന്റെ സ്വന്തം ആളാണ്. 5-6 വർഷമായി വെറും സാംസങ് ഉപയോഗിക്കുന്ന ആൾ ആപ്പിളിലോട്ട് മാറ്റി. ഇത് ചതി, കൊടും ചതി ഞങ്ങളോട് ചെയ്യുന്നത്. സാംസങ് S20 പ്ലസ് അൾട്രാ 5Gയും ആപ്പിള് 12 പ്രോ മാക്സ്. ഒറ്റ ദൈവമേ, ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന കാണുന്നത്. നിങ്ങൾക്കിത് ഇപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഏറ്റവും നല്ല 2 ഫോണുകൾ കൈവശമാക്കിയ എന്റെ ഒരു അഭിപ്രായം വെച്ചൊന്ന് പറയുവാണെങ്കിൽ ഇത് വെറും കഴപ്പാണ്. ഞങ്ങൾ ഗലേറിയ മാളിൽ നിന്ന് ഇറങ്ങി. ഇനി കൊജോരിയിലേക്കാണ് പോകുന്നത്. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട്. മെയിൻ ടൗണിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് പോരുമ്പോൾ ടിബിൽസി എന്ന് എഴുതിയ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത് നിങ്ങൾക്ക് കാണാം. ഇത് ഓൺ ദ വേ ആണ്. ഇവിടെ 1971 ബിയോണ്ട് ബോർഡേഴ്സ് ലാലേട്ടൻ്റെ സിനിമേൻ്റെ ഷൂട്ടിംഗ് സമയത്ത് മോഹൻലാൽ വന്നിട്ട് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എൻറ്റയർ ടിബിൽസീൻ്റെ ഒരു കിടിലം വ്യൂ കിട്ടും. സൂപ്പറാണ്. ഞങ്ങൾ ഗലേറിയ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് അരമണിക്കൂറോളമായി. ഞങ്ങളിവിടെ ഒരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. കൊജോരിയിലേക്ക് പോണ വഴിക്ക് ഇവിടെ സ്റ്റാച്യു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പവിനും വിവിയാനും പിന്നെ വേണ്ട സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ എന്തൊക്കെ മെനക്കേടാ. ഒരുത്തം മെനക്കെട് അവിടെ. അതെ, ബിയോളി എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടാ. ഒരുത്തിന് ഇവിടെ ഹീറ്റർ ഓൺ ആക്കിയിട്ടിട്ട് സീറ്റ് ചൂടായിട്ട് ഇതിപ്പോ മൂടി കരിഞ്ഞു പോയനെ. പവിൻ തന്തൂരി പറയുന്നു. ഡബിൾ ഓംലെറ്റ് നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നു. ഡബിൾ ഓംലെറ്റ് അല്ലോ, ഡബിൾ ബുൾസൈ. നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ നാവിഗേഷനും ചെയ്യാൻ പറഞ്ഞു. ഇത്രയും ചർച്ച ഉണ്ട് ഇതിനകത്ത്. ഏത് ചർച്ചാണ്? ചർച്ചല്ല അടിക്കട്ടെ. പിന്നെ കൊച്ചോറിന്ന് ആദ്യം ഗൂഗിൾ ദുരന്തമാണല്ലോ. എല്ലാം ചർച്ച ഉണ്ടടാ. ഇവനെ നാവിഗേഷൻ ചെയ്യാൻ പറഞ്ഞ
സമയം 3:30. ഞങ്ങൾ കൊജോരി എത്തിയിരിക്കുകയാണ്. കൊജോരി കഴിഞ്ഞ് ഇനി എന്തായിരുന്നു മംഗ്ലിഷിന്നോ അങ്ങനത്തെ എന്തോ ഒരു സ്ഥലമുണ്ട്. അപ്പം അങ്ങോട്ടും കൂടെ പോവാ വിചാരിച്ച്. ഇപ്പോൾ ഇവിടെ 0 ഡിഗ്രി ആണ്. പക്ഷെ എന്തോ വലിയ തണുപ്പ് തോന്നുന്നില്ല. ഇനി കുറേ നേരം തണുപ്പത്ത് നേരത്തെ ഇറങ്ങി നിന്നുകൊണ്ടാണോ എന്നറിയില്ല. ഓ പൊളി. ഇവിടെ വിൻ്റർ തുടങ്ങിയിട്ടുള്ളൂ. ഇന്നേക്ക് 3 ദിവസം ആയിട്ടുള്ളൂ. ടിബിൽസിയിലേക്ക് മഞ്ഞൊന്നും വീണ് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ പൊളിയാണ്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു 30-35 കിലോമീറ്റർ അത്രയല്ലേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ ടിബിൽസിന്ന്. നല്ല തണുത്ത കാറ്റുണ്ട്. ഒരുത്തും തണുത്ത് നിൽക്കുന്നു. അവിടെ വേറൊരാള് വ്ളോഗ് ചെയ്യുന്നുണ്ട്. 2 വ്ളോഗേഴ്സ് ഒരുമിച്ച് കൂടിയാൽ എന്താ അവസ്ഥ? ശരിയാ, തണുപ്പുണ്ട്. ഓ ഇത് തന്നെ ആദ്യമായിട്ട് ആപ്പിൾ 12ന്റെ അൺബോക്സിംഗ് സ്നോയിൽ വെച്ച് ചെയ്യാൻ പോവുകയാണ്. അത് ഷെയ്ഖ് ഹിജാസ് 256 GB Gold Pro Max Gold Edition. യെസ്. തുറക്കാൻ പോവുകയാണ്. പൈസ എത്രയാന്ന് പറ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുവാണ്. ഓ പൊളി. പൈസ പറ. ഇവിടത്തെ ജോർജിയൻ ലാറി 5799 ലാറിയാണ് കറക്റ്റ്. ഒരു ലാറി അവന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യൻ റുപ്പി എത്ര വരും ഏകദേശം? ഏകദേശം ഒരു 1,20,000 മേളിൽ വരും. അത് തന്നെ വളരെ 1700 USD. അതെ, വളരെ തുച്ഛമായ പൈസ ആയിട്ടുള്ളൂ. ഇത് മാത്രമല്ല, മുതലാളിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഫോണുകൾ ഉണ്ട്. ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട്. പിന്നെ S20 Ultra 5G മൂഞ്ചിയല്ല 5G. കണ്ടോ S20 Ultra. ഇത് കണ്ടോ? ഞങ്ങൾ ഒരു ബിസിനസ് ടൈക്കൂണിന്റെ കൂടെയാണ് ട്രിപ്പിന് വന്നിരിക്കുന്നത്. റൈവൽസ് ഫോൺ 2 നമ്മുടെ കയ്യിലുണ്ട്. വേറൊരു OnePlus കാരൻ, അവന്റെയിലും ഉണ്ട് ഒരു ഐഫോൺ, വേറൊരു ഐഫോണുകാരൻ. പക്ഷെ ഞാൻ കംപ്ലീറ്റ് സാംസങ് ആണ്. നമ്മളെ ഈ ഒരു അടുത്ത കാലത്തൊന്നും ആരും സ്നോയിൽ വെച്ചൊരു അൺബോക്സിംഗ് ഇല്ല, ഒരിക്കലും ഇല്ല. ആദ്യമായിട്ടാണ് ഒരു ഐഫോൺ, അതും കേരളത്തിലെ മലയാളികൾ ആദ്യമായിട്ടായിരിക്കും എന്റെ അറിവില് ലോക ചരിത്രത്തിൽ. അയ്യോ കുഴിഞ്ഞു പോയല്ലോ, മഞ്ഞില് പെട്ടുപോയി. ഓ മൈ ഗോഡ്, പറഞ്ഞ് മഞ്ഞില് കാല് കുടുങ്ങിപ്പോയി. കുടുങ്ങിയല്ലോ. ഞാനല്ല, നിങ്ങളുടെ കാല കുടുങ്ങിയത്. തണുക്കതേ. ഇവിടെ രാവിലെ -2 എന്തോ ഡിഗ്രി ആയിരുന്നു അമ്മേ. ഇപ്പോ 0 ആണ് തോന്നുന്നു. ഇവിടെ ഫുള്ള് മഞ്ഞ് വീണ് ചെളിയും കൂടെ. ഞാൻ ചെളിയിൽ ഇങ്ങനെ പൊതഞ്ഞ് നടക്കുക. ഇതാ, അയ്യോ കുഴി എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. ബൂട്ട്സ് ഇട്ടില്ല. എന്തൊരു മണ്ടത്തര കാണിച്ചറിയോ. ലെവലാതിയോ. നല്ല വ്യൂ ആണ്. ഇത് ലേക്കാണോ ഞങ്ങള് പുഴേന്റെ നടുക്കാണോ നിക്കുന്ന അറിയില്ല. കുഴിഞ്ഞു പോകണ്ട നോക്കിക്കോ ബ്രോ. 24 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാറുണ്ട്. അപ്പോ ടോട്ടൽ നമ്മൾ നല്ലൊരു സ്ഥലത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ മാത്രമേ ഉള്ളല്ലേ. ഇവിടെ സെൽഫികളുടെ ഇവൻ തുടങ്ങിയോ? ഒരാൾക്ക് വേണ്ടി 2 ഫോട്ടോഗ്രാഫർമാർ. എന്താ അല്ലേ അവസ്ഥ? വണ്ടി കാട്ടിലോട്ട് ഇറക്കിയിട്ട് മഞ്ഞിന്റെ ഇടയിൽ പെട്ടുപോയിട്ട് കെട്ടി വലിക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കണേ. ഞങ്ങൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. റോട്ടിൽ തന്നെ നിർത്തിയിട്ടിട്ട് നടക്കാന്ന് വിചാരിച്ച്. ബ്യൂട്ടി. എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരും ഇതുവരെ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. വിവേന എങ്ങോട്ടാടാ പോകുന്നേ? ഇതിപ്പോ നടുക്ക് പെട്ട അവസ്ഥയാണല്ലോ. ഞങ്ങള് ചെളിക്കൊണ്ടിന്റെ നടുക്കായി പോയി. ിന്റെ കാര്യം ഒരു തീരുമാനമായി. ബൂട്ടിടാണ്ട് ഇറങ്ങിയതിനുള്ളത് കിട്ടി. നന്നായിട്ടുണ്ട്. മൂഞ്ചി. ഓ അയ്യോ, ജിയാ ചാലേ.
കട്ട തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരുമാതിരി കൈയൊന്നും അറിയുന്നില്ല, കൈ ഐസായി. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പറ്റില്ല, അതാണ് മെനക്കേട്. പൊളി വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ബ്യൂട്ടി. ഇത് നേരിട്ട് കാണാൻ കുറച്ചും കൂടെ രസമാണ്. ഇത് ഈ വീഡിയോ എടുക്കുമ്പോ ഫുള്ള് വെള്ള കളർ മാത്രമേ ഉള്ളൂ. ഇത് കാണുന്നവർക്ക് കറക്റ്റ് ഇതിന്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ടോന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, വേറെ ലെവല്. ഇവിടെ വൻ തർക്കം നടന്നുകൊണ്ടിരിക്കുക. സാംസങ് ആണോ ആപ്പിൾ ആണോ നല്ലതെന്ന്. ഇപ്പോഴും ഇന്നത്തെ 2 ഫോണിലും ഒരുത്തം ഫോട്ടോ എടുത്തിട്ട് ക്ലാരിറ്റി കാണിക്കുക. സത്യം പറയാലോ, സാംസങ്ങിന്റെ കുറച്ചും കൂടെ ഒരു ബ്യൂട്ടി ഉണ്ട് അല്ലേ ജാസേ? സാംസങ് ആണ് ബെസ്റ്റ്. അതെ, സാംസങ് ആണ് ബെസ്റ്റ്. അതിന് വേറെ വർത്താനില്ല. ഇല്ല, ഇത് തല്ലുണ്ടാക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നത്. കാരണം രണ്ടിലും വീഡിയോ ഫോട്ടോ എടുക്കേണ്ടത് ഏറ്റവും പൊളി ഏതാന്ന് ഞങ്ങൾ തീരുമാനിച്ച് സാംസങ് ആണ്. കമ്പാരിസൺ വീഡിയോ ഞങ്ങൾ ഇറക്കും, നിങ്ങൾ പറഞ്ഞാ മതി. നിങ്ങള് കമന്റ് ബോക്സിൽ ഇടണം, അതായത് കമ്പാരിസൺ വീഡിയോ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡേ ഇറക്കിയിരിക്കും. ആദ്യം ഇത് ചോദിക്കും, സാംസങ് ഫാൻസ് എത്ര ഉണ്ട്? അത് തന്നെ, ആരൊക്കെ സാംസങ് ഫാൻസ് ആരൊക്കെ ആപ്പിൾ ഫാൻ കമന്റ് ചെയ്യാ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ആൾക്കാര് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് സമ്മാനം ഉണ്ടോ? ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഹരികൃഷ്ണ ചേട്ടനുള്ള 12 Pro Max. അതിന്റെ കവർ 225 കവറാണിത്. അപ്പൊ കവറില്ല കേട്ടോ, ഞാൻ പോസ്റ്റർ ഗൂഗിളിൽ നിന്ന് അടിച്ചിറക്കി തരാം. അതൊന്നും അല്ല, ചില്ലീസിന്ന് ഒരു മീൽ. അത് നമുക്ക് സെറ്റാക്കാം. 10 ഗിയോവേ എന്റെ വക. തണുത്തിട്ട് ഒരു രക്ഷയില്ല. കൈ കണ്ടോ, ഐസായി റെഡ് കളറായി. ഇവന്മാര് ഫോട്ടോ എടുത്ത് തീർന്നില്ലേ? പോണം. അയ്യോ, പറ്റുന്നില്ല. ഭയങ്കര കാറ്റാ ഇപ്പൊ. കണ്ടോ കൈ. അയ്യോ, മലയിൽ വളരുന്ന എന്തോ ഒരു ചെടി, കാസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ആവണക്കണ്ണില്ലേ, അതാണെന്ന് വിശ്വസിക്കാം. അല്ലെങ്കിൽ അതെന്താന്ന് അറിയുന്നവരും കൂടെ കമന്റ് ചെയ്യുക. ഇതിന്റെ പേരെന്താണ്? എന്തോ മൈമോസ പൂടിക്ക പറഞ്ഞ ഈ സാധനമാണെന്ന്. അതൊക്കെയാണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞങ്ങള് തിരിച്ചിറങ്ങുകയാണ്. ഇത് ഇറങ്ങുന്നതിന്റെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, കാരണം തെന്നി അടിച്ച് ഞാൻ വീഴും. ഒരു രക്ഷയില്ലാത്ത തണുപ്പാ. ഇതൊന്നും ഒരു തണുപ്പേ അല്ല സത്യം പറഞ്ഞ. ഇവിടെ ഗോദാവരിയും ബക്കുരിയാനൊക്കെ -20 -13 വരും അടുത്ത മാസം ഒരു മിഡ് ആവുമ്പോഴേക്ക്. ഇറങ്ങിയപ്പോ ഇത്ര തണുപ്പുണ്ടാവുന്ന വിചാരിച്ചില്ല സത്യമായിട്ടും. ഇപ്പോഴേക്ക് കാലൊക്കെ ശരിക്കും മരവിച്ച് ഈ ഒരു ഷൂ ഇട്ടിട്ട് കുടുങ്ങി പോയി. ഇപ്പൊ വിരൽ അറിയാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചതഞ്ഞിരിക്കണ ഒരു ഫീലാ. പിന്നെ കൈ ശരിക്കും ചുമന്നിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, കാരണം ഗോദാവരിയിൽ ഈനെക്കാട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേദന കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. തമാശയല്ല, അത്രയും തണുത്തിട്ട് നമ്മുടെ ഈ വിരൽ ഫോണും ക്യാമറയൊന്നും ഇങ്ങനെ തൊടാൻ പറ്റില്ല. ഇതാണ് മെയിൻ പ്രശ്നം. ഒരു ഗ്ലൗസ് വാങ്ങണം, അതായത് ഈ ക്ലിക്ക് ചെയ്യാൻ കുഴപ്പമില്ലാത്തൊരു ടൈപ്പ്. പറ്റണില്ല. പവിൻ ബ്രോ എനിക്ക് വേണ്ടി ഇപ്പൊ വീഡിയോ എടുത്തു തരുന്നേ, നന്ദി. വണക്കം. ഞാൻ കുറച്ച് ബാക്ക് ഞാൻ കുറച്ച് ബാക്കിലെ വിഷ്വൽസ് എടുക്കുക. അരമണിക്കൂറിന് മേലെയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ചുമ്മാ കറങ്ങി തിരിഞ്ഞ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇനി വേറൊരു സ്ഥലത്തും കൂടെ പോയിട്ട് സ്ഥലം വിടാൻ വിചാരിക്കുക. ഇജാസിന്റെ കാർ 007. ജെയിംസ് ബോണ്ടിന് ഈ നമ്പർ ഇല്ല. കാരണം എന്താണ്? ഈ വണ്ടി ഇജാസിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇജാസിന്റെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടച്ചോ. ടാറ്റാ, ബൈ. അങ്ങനെയൊക്കെ എല്ലായിടത്തുള്ള ഇതുണ്ടോ ലെഫ്റ്റ് സൈഡില്? ഓ വ്യൂ. നമ്മൾ ഈ പോണ റോഡിന്റെ പേരെന്താ? ഈ റോഡിന്റെ പേരെന്താ?
ഇത് അൽക്കേത്തി നാഷണൽ പാർക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബെറ്റാനിയ എന്ന് പറഞ്ഞ ചർച്ച് ഉണ്ട് ഇവിടെ, പക്ഷെ അതൊരു 6.5 കിലോമീറ്റർ ദൂരെയായിട്ടാണ്. പക്ഷെ അങ്ങോട്ട് വഴി സീനാണ്, അതുകൊണ്ട് ഞങ്ങളിപ്പോ തൽക്കാലം പോകുന്നില്ല. ഇവിടെ വ്ളോഗിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ എല്ലാ എണ്ണം ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടും അല്ലാണ്ട് ഒക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഓഫ് ചെമ്പരിയാടുകൾ. വൗ നൈസ്. ആടുജീവിതം. സമയം 5:04. ഞങ്ങള് മൊക്കീസി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്കീ ഒക്കെ ചെയ്യാൻ നൈസാണ്. അപ്പുറത്തെ സൈഡ് അവിടെ ദൂരത്തൊരു കുതിരയാണ് തോന്നുന്നത്, എന്തോ ഒരു ജീവിനെ കാണുന്നുണ്ട്. വഴിക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ് കണ്ടു, അപ്പൊ തുറന്നുണ്ടോന്ന് അറിയൂല. അപ്പൊ അവിടെ എഴുതി വെച്ചത് ഒരുത്തനാണെങ്കിൽ ഇവിടെ അത് ബെല്ലടിച്ചു കഴിഞ്ഞാൽ തുറക്കുന്നത്, പിന്നെയല്ലേ മനസ്സിലായി അവിടെ ബെല്ല് കണ്ടോണ്ടാന്ന്. താണ്ട ആ നിക്കുന്നവൻ അത് പറഞ്ഞത്. അതാ ഒരുത്തൻ അവിടെ മുള്ളാൻ മുട്ടിയിട്ട് പോകുന്നതാണോ അറിയില്ല, ഒരു ബസ് സ്റ്റോപ്പിന്റെ ബാക്കിലോട്ടാണ് പോകുന്നത്. ആ അത് തന്നെ. ഇതാ പക്ക ബക്കുറിയാനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ജോർജിയയിൽ, ഫുള്ള് മഞ്ഞുമലയൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇതും. വണ്ടി 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 അവിടെ ഒന്നും ഇല്ലാന്ന്, സൂപ്പർ മാർക്കറ്റിലൊന്നും ഇല്ലാന്ന്. അപ്പൊ ഞങ്ങള് ഓൺ ദ വേ കണ്ടിന്യൂ ചെയ്യാണ്. ഏതെങ്കിലും മാർക്കറ്റ് ഉണ്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കണം, വിശന്നിട്ട് വയ്യ. ഒരുത്തിനിപ്പോ തലയിടിച്ച് വീണേന്. എവിടെ പോയി എവിടെ പോയി എവിടെ പോയി? ഒരു നാണോ മാനോ ഇല്ലാണ്ട് ജോർജിയയിൽ വന്നിട്ട് താണ്ട് പബ്ലിക്കായിട്ട് മുള്ളുന്ന ഒരുത്തൻ. നാട്ടുകാരുണ്ടോ? നാട്ടുകാരുള്ളോണ്ട് മുള്ളാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എന്താ ചെയ്യ? ഇനി 3 കിലോമീറ്റർ കൊണ്ട് ഞങ്ങൾ മംഗ്ലീസി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും. അവിടെ നേരെ ഒരു റോഡ് ഉണ്ട്, ആ റോഡ് പിടിച്ചു കഴിഞ്ഞാൽ സൽക്ക എന്ന് പറഞ്ഞ സ്ഥലമാണ് ജോർജിയയിലെ. അവിടെ ഡഷ്ബേഷി കനിയൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, കിഡുവാണ്. അവിടെ ചെറിയൊരു വാട്ടർഫോളും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഒരു 2-3 കിലോമീറ്റർ ഹൈക്ക് ഉണ്ട് അല്ലേ. പക്ഷെ മല ഇറങ്ങാൻ നല്ല പണിയാണ്, തെന്നിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അവിടെ സമ്മറിൽ പോകണം, പൊളി സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മണിയാവാനായി. ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് തിരിച്ച് ടിബിൽസിക്ക് വിടും. ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്ററോളം മാക്സിമം വരുള്ളൂ ഇങ്ങോട്ട് എത്താൻ. പിന്നെ തിരിച്ച് ബാക്ക് അടിക്കാൻ അത്രയും കൂടെ വരും. എന്താണേലും സെറ്റാണ്. പക്ക ഒരു പട്ടിക്കാടാണ്. ഗോസ്റ്റ് ടൗൺ പോലത്തെ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് വരുന്ന ദാണ്ട് ഇവിടെ ഞങ്ങൾ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് കണ്ട്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ചായ കുടിക്കണം, തണുത്തിട്ടൊരു രക്ഷയില്ല. ഞാനാണെങ്കിൽ ചായയും കാപ്പിയും കുടിക്കുകയില്ല, വല്ലാത്ത അവസ്ഥ. യെസ്, കാപ്പിയും കുടിക്കാത്തതുകൊണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടോയെന്ന് അവന്മാരോട് ചോദിക്കാൻ പറഞ്ഞു, പക്ഷെ ഹോട്ട് ചോക്ലേറ്റ് ഇല്ല. ഇതാണ് ഇവിടുത്തെ ചെറിയ ഒരു സ്റ്റേഷനറി സെറ്റപ്പ് കട. ഇത്രയും വലിയ ലൈറ്റർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്താണിത്? എന്തൊരു സൈസാ ദൈവമേ! ഇത് വീട് തീയിടാൻ പറ്റില്ല ഇത് വെച്ചിട്ട്. കണ്ടോ? ഇത്രയും വലിയ ലൈറ്റർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കട കത്തിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെയുള്ള സാധനങ്ങൾ. ഇടയിൽ കൂട്ടിയിട്ടിരിക്കുന്ന വെള്ള സാധനം കണ്ടോ? അത് ഇവിടുത്തെ ചീസാണ്. ഇവിടെയൊക്കെ ഉള്ളവര് അതൊക്കെ വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ഒരു പാവം അമ്മച്ചി പതുക്കെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഒന്നും അധികം വീടൊന്നുമില്ല. ഇത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് എന്തോ ഉണ്ടാക്കി വെച്ച 2-3 വീടുകളും കടയൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ ഇവിടെ. സംഭവം ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ച് ടിബിൽസിയിലേക്ക് പോവുകയാണ്. ഇതാണ് മൊക്കീസി എന്ന് പറഞ്ഞ സ്ഥലം. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പാർക്കും സംഭവമൊക്കെ ഉണ്ട്, പക്ഷെ എന്തായാലും എല്ലാം മഞ്ഞ് മൂടിയിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്തായാലും കമന്റ് ചെയ്യണം, ഡിസ്ലൈക്ക് അടിക്കണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.